നമസ്കാരം. മിനിഞ്ഞാന്ന് മുതൽ ചെറുപുഴക്കാർ അന്വേഷിച്ച് നടന്ന കോടീശ്വരനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നിഷ ഏജൻസി ലോട്ടറി ഏജൻസിയിൽ നിന്നും ലോട്ടറി അടിച്ച ആ കോടീശ്വരൻ നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴേക്കും ഇവിടെ തിരുമേനി ചട്ടിവയലിൽ ഒരു കൃഷിയിടത്തില് കൃഷിപ്പണി എടുക്കുകയാണ്. ആ 1 കോടി അടിച്ച കഥ നമുക്ക് രാജചേട്ടനോട് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ ഈ കാണുന്നത് 1 കോടി രൂപയുടെ ഭാഗ്യവാനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ചേട്ടാ, ചെറുപുഴ വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓക്കെ. അപ്പം ചേട്ടാ എപ്പോഴായിരുന്നു ഈ ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നത്? ഞായറാഴ്ച എനിക്ക് ജലദോഷമായിരുന്നു. ഞാൻ മുൻസാമിയുടെ അടുത്ത് പോയി മരുന്നും മേടിച്ച് വന്ന വഴി എടുത്തോണ്ട് പോന്ന. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ കണ്ടു, അത് ഇങ്ങ് എടുത്തു. ലോട്ടറി എടുക്കുന്നത് ഒരു പതിവ് ഞാൻ മിക്കപ്പോഴും എടുക്കാറുണ്ട്. അപ്പൊ ആരായിരുന്നു ആദ്യം വിളിച്ചു പറഞ്ഞത് എങ്ങനെ ചേട്ടന്റെ, അതോ സ്വന്തം നോക്കിയപ്പോ കണ്ടതായിരുന്നു? അല്ല, ഇത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാപ്പോയിലൊരു താടിക്കാരൻ അടിച്ചെന്നാ ഞാൻ അറിയാം. കാരണം നമ്മളതങ്ങ് വിട്ടു. 4 അക്കം നോക്കി 5000 രൂപ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റ് അവിടെ തന്നെ വെച്ച് ഞാൻ കളഞ്ഞില്ല. പിന്നെ അവർക്ക് ആളെ കിട്ടാൻ വന്നപ്പോ CCTV നോക്കി ചെക്ക് ചെയ്തു. അന്നേരം ഞാൻ ലോട്ടറി പിടിച്ച് നിൽക്കുന്നത് കണ്ടു. അവിടെ ആ പ്രകാശനോട് എൻ്റെ അടുത്ത് ഈ ഫോട്ടോ കൊടുത്തിട്ട് ചോദിച്ചു ആളെ അറിയുമോന്ന്. അന്നേരം അങ്ങനെ ഞാൻ അറിയുന്നത് ആ വഴി. പ്രകാശൻ, ഫോട്ടോ ഓടിക്കുന്ന പ്രകാശൻ. എന്തായിരുന്നു അത് അറിഞ്ഞ നിമിഷത്തിൽ? ഇല്ല, നമുക്ക് അങ്ങനെയുള്ള ഒരു ഇതില്ല. പണ്ട് എനിക്കൊരു 2 ലക്ഷം രൂപയ്ക്ക് അടിച്ചിട്ടുള്ള അങ്ങനെയുള്ളൊരു യാതൊരു ഇതുമില്ല. പ്രതീക്ഷിച്ചിരുന്നോ അതോ അടിക്കും, എപ്പോഴും അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അത്രേ ഉള്ളൂ. 5000 ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നത്. ചേട്ടൻ എപ്പോഴും കൃഷിപ്പണി തന്നെയായിരുന്നു? അതെ, കൃഷിപ്പണി. സ്വന്തം പറമ്പിലാണോ? സ്വന്തം പറമ്പിലും ചെയ്യും. പിന്നെ വെറുതെ ഇരിക്കുമ്പോ ഞങ്ങള് 3-4 സെറ്റ് പേര് ഇങ്ങനെ അങ്ങ് പോവും, പണിയില്ലാത്തപ്പോഴേ. തിരുമേനിയില്? തിരുമേനി. ഇപ്പം ഇങ്ങനെ പണമില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അത് പിന്നെ അങ്ങനല്ല, നമ്മളതിനോട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? അപ്പൊ ഒരു ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുക അല്ലെങ്കിൽ ലോട്ടറി എടുക്കുമ്പോ എന്തായാലും ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു ആഗ്രഹം അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മള് പതിവ് പോലെ അങ്ങനെ ഒരു രസമായിട്ട് അങ്ങനെ എടുക്കും, കാര്യത്തിലെടുക്കും. ഓരോരോ കാര്യത്തിലും ബുദ്ധിമുട്ട് വരുമ്പോ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് പതിവ്. ഇല്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഏതെങ്കിലും മാർഗത്തിൽ കൊണ്ടുതരും. ടിക്കറ്റ് ഇപ്പം കൊടുത്തോ? ബാങ്കിൽ കൊടുത്തു? അവിടെ നമ്മുടെ തിരുമേനി സ്റ്റേറ്റ് ബാങ്കില്. മക്കളും വീട്ടിലാരൊക്കെ ഉണ്ട്? 2 മക്കള്, ഭാര്യ. അവര് ജോലി ചെയ്യുന്നു, കുഴപ്പമില്ല. അവരൊക്കെ അറിഞ്ഞപ്പോഴുള്ള അവര് ഇങ്ങനെ സന്തോഷമായി. അങ്ങനെ ലോട്ടറി എടുക്കുന്നതിന് എന്തെങ്കിലും പരാതി? അത് പരാതി ഉണ്ടായിരുന്നു. പൈസ എടുത്ത് കളയാന്നൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞതാ പിള്ളേര്. അടിച്ചപ്പോ എന്താ പറഞ്ഞു? അടിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, ചിരിച്ചെന്നല്ലാതെ. തമാശ പറയാതെ കൂടെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്നത്, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാനാണ് ആഗ്രഹം ഇനി പൈസ വെച്ചിട്ട്? അങ്ങനൊരു വലിയ ആഗ്രഹമൊന്നുമില്ല. കൃഷിയിലേക്ക് നമ്മള് കൃഷിപ്പണിയായിട്ട് ഇങ്ങനെ നിക്കുകയല്ലേ. അന്നേരം പിന്നെ അതൊക്കെ തുടർന്നും കൃഷി തന്നെ. കൃഷി വിട്ടുള്ള പരിപാടി ഇല്ല നമുക്ക്. ഇതാണ് മലയോരത്തിലുള്ള ആൾക്കാർക്ക് കൃഷി വിട്ടൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ്. അതെ, അതില്ലല്ലോ. അന്നേരം പിന്നെ നമ്മളെ കഴിയുന്നങ്ങ് ചെയ്യുക. കൂടുതൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹമുണ്ടോ? സ്ഥലത്തോട് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്നാ ചോദിച്ചാൽ പണിയെടുക്കാൻ ആളില്ല. നമ്മുടെ കാലം കഴിഞ്ഞാൽ തീർന്നു. ഇപ്പൊ ഉള്ള പിള്ളേർക്ക് ഇതിന്റെ അതിന് പോലും അറിയത്തില്ല. പിന്നെ നമ്മൾ എത്ര സ്ഥലം മേടിച്ചു കൂട്ടിയിട്ട്. അപ്പൊ രാജചേട്ടന്റെ ഈ സന്തോഷത്തിൽ, ഈ ഒരു സൗഭാഗ്യത്തിൽ ഏറെ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഇവിടെ നമ്മുടെ സണ്ണിച്ചേട്ടനും കൂടി ഉണ്ട്. ഒത്തിരി സന്തോഷം. ഒരു 11 മണിയായപ്പോൾ വിവരം അറിഞ്ഞു. അന്നേരം ഞാൻ രാജചേട്ടനെ വിളിച്ചു. രാജചേട്ടൻ ഒരു മലയുടെ മുകളിലാണെന്ന് അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓടി വരും രാജചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. അതായത് ഞാൻ എന്നും തിരുമേനിക്ക് പോകുമ്പം രാജചേട്ടൻ്റെ വീട്ടിൽ പണിയില്ലാത്ത ദിവസം പുറത്ത് പണിക്കും എല്ലാം പോയി നല്ല സന്തോഷത്തോടെ, നല്ലൊരു മനസ്സിൻ്റെ ഉടമ. ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസം ഈ നിഷ ഏജൻസിയിൽ നിന്ന് ലോട്ടറി അടിച്ചു എന്നൊരു വാർത്ത ഞങ്ങൾ ചെറുപുഴ വാർത്തക്കാരിട്ടപ്പോൾ അതിനിടയിൽ നിരവധി കമന്റുകൾ കണ്ടു. ഈ വാർത്തയ്ക്ക് എന്താണ് പ്രാധാന്യം എന്നുള്ളത്? ചെറുപുഴ വാർത്ത എന്നും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതുപോലെ
മലയോരത്തിന്റെ സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഈ രാജുചേട്ടന് ലഭിച്ച ഈ ഒരു സൗഭാഗ്യം, ഈ ഒരു സന്തോഷവും അത്ര ചെറിയ കാര്യമല്ല. മലയോരത്തിനും ചെറുപുഴയ്ക്കും എന്നും തിരുമേനിക്കും അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനി അങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണോ? ഓഫ് കോഴ്സ്, 100%. എങ്ങനെയുണ്ട്? എന്താ സംശയം? 100-ൽ 100. വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി.